ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ 4ാം മത്സരത്തിന്റെ ഡേ 4 ഇന്നലെ അവസാനിച്ചപ്പോൾ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. 669 ഇംഗ്ലണ്ട് പുറത്തായതോടെ 0-2 എന്ന ദയനീയമായ തുടക്കമായിരുന്നു ഇന്ത്യക്ക് ഇന്നലെ കിട്ടിയത്. എന്നാൽ 3ാം വിക്കറ്റിൽ ഗിൽ രാഹുൽ ജോഡി ഒരു ചെറുത്തുനിൽപ്പ് നടത്തി ഇന്നലെ ഇന്ത്യ തോൽക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തി. ഡേ 5 ഇന്ന് നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 സെഷനെങ്കിലും ബാറ്റ് ചെയ്താൽ മാത്രമേ ഡ്രോ എന്ന പോസിബിലിറ്റി തന്നെ ഉയർന്നു വരൂ. മത്സരത്തിൽ ഇന്ത്യയുടെ ഈ പെർഫോമൻസിന് ശേഷം ഒരുപാട് മുൻ താരങ്ങൾ ഗംഭീർ ഗിൽ ജോഡി ടെസ്റ്റ് ക്രിക്കറ്റിന് ചേർന്ന ഒരു കോമ്പിനേഷൻ അല്ല എന്ന കമന്റ് നടത്തിയിരുന്നു. ഈ പരമ്പരയിലുടനീളം ഓൾറൗണ്ടേഴ്സിനെ ഇന്ത്യ കൂടുതലായി ബാക്ക് ചെയ്ത് സ്പെഷ്യലിസ്റ്റുകളെ ടീം തഴയുന്നു എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ആദ്യ ടെസ്റ്റ് തോറ്റത് തൊട്ട് തന്നെ കുൽദീപിനെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിപ്പിക്കണമെന്ന് രവിശാസ്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമായിരുന്നു. എന്നാൽ 3 ഓൾറൗണ്ടേഴ്സാണ് ഇന്ത്യയുടെ പ്ലാനിൽ ഈ പരമ്പരയിൽ 2ാം ടെസ്റ്റ് മുതൽ കളിച്ചിരുന്നത്. ഒപ്പം ഈ പരമ്പരയിലെ പെർഫോമൻസ് വെച്ച് ടാക്കൂറിനെ ഓൾറൗണ്ടർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ടാക്കൂർ 3 ഇന്നിംഗ്സിൽ നിന്ന് 2 വിക്കറ്റാണ് നേടിയത്. ജഡേജ ഈ ടെസ്റ്റിൽ 4 വിക്കറ്റ് എടുത്തതുകൊണ്ട് ഓൾറൗണ്ടർ എന്ന നിലയിൽ മുഖം രക്ഷിക്കാൻ പറ്റി. അല്ലെങ്കിൽ ആദ്യ 3 ടെസ്റ്റിലെ 6 ഇന്നിംഗ്സിൽ നിന്ന് 3 വിക്കറ്റ് മാത്രമായിരുന്നു ജഡേജയ്ക്ക് കിട്ടിയത്. ജഡേജ ഒരു പ്യുവർ ബാറ്ററായിട്ടാണ് ഈ സീരീസിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ടീമിന് പറ്റിയത്. സ്പെഷ്യലിസ്റ്റുകൾക്ക് പകരം ഇന്ത്യ ചൂസ് ചെയ്ത ഓൾറൗണ്ടേഴ്സ് ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ സ്റ്റെപ്പ് അപ്പ് ചെയ്തില്ല. ഒപ്പം ബുംറ ഒരു ചാമ്പ്യൻ ബൗളറാണെങ്കിലും താരത്തിന്റെ പരിക്കിന്റെ ഹിസ്റ്ററി വെച്ച് താരം ടെസ്റ്റ് കളിക്കാൻ ഫിറ്റാണോ എന്ന ചോദ്യവും ഈ പരമ്പരയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ബുംറ ടെസ്റ്റിൽ നിന്ന് ചിലപ്പോൾ വിരമിച്ചേക്കാം എന്നൊരു കമന്റ് പോലും മുഹമ്മദ് കൈഫ് ഇന്നലെ നടത്തിയിരുന്നു. കാരണം ബുംറയെ കൊണ്ട് 100% ടീമിന് വേണ്ടി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ശരീരം താരത്തെ അനുവദിക്കുന്നില്ല. ഈ ടെസ്റ്റ് അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. 140 മുകളിൽ ഒരു സിംഗിൾ ബോൾ പോലും ഈ ടെസ്റ്റിൽ ബുംറ എറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ടെസ്റ്റും ഈ ടെസ്റ്റും തമ്മിൽ 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും 2 ടെസ്റ്റ് അടുപ്പിച്ച് കളിക്കാനുള്ള ഫിറ്റ്നസും താരത്തിനില്ല. സോ ഈ മത്സരത്തിന്റെ റിസൾട്ട് എന്താണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്ത്യയുടെ നിലവിലെ ടീമിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്.